നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങൾ, പ്രതീക്ഷകളൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ട് ജീവിതത്തിൽ അതിപ്രധാനമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ജ്യോതിഷപരമായി പറയുമ്പോൾ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. രാജയോഗ സമാനമായിട്ടുള്ള സ്ഥിതി വെച്ചുകൊണ്ട് അവിടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ താണ്ടാൻ പോകുന്ന ഒരു സമയം. ഈ നക്ഷത്രത്തിൽ പെടുന്ന ആളുകൾ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒരു വീഡിയോ കാണണം. ആ നക്ഷത്രക്കാർ താമസിക്കുന്ന വീട്ടിൽ വലിയ ഭാഗ്യവും സൗഭാഗ്യവും ഒക്കെ വന്നു ചേരാൻ പോകുന്നു. മഹാരാജയോഗ സമാനമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. സൗഭാഗ്യങ്ങൾ വളരെ വലിയ തോതിൽ തന്നെ വന്നു ചേരുകയും ഇവർ വളരെ നാളുകളായി ആഗ്രഹിച്ചു കഴിയുന്ന പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. എൻ്റെ ഉപാസന ശക്തിയായ ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും തങ്ങളുടെ ആഗ്രഹങ്ങളും തങ്ങളുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. താങ്കളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ മനസ്സിൽ ശക്തി തരുന്നതും നിങ്ങളുടെ എല്ലാവിധ സങ്കടങ്ങളും മാറിമറിയുന്നതുമായ ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ഇഷ്ട വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശ്വരാധീനത്തിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും വലിയ തോതിൽ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുകയും അതിലൂടെ എല്ലാവിധ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും സൗഭാഗ്യങ്ങൾ പരക്കുകയും ചെയ്യുന്ന സമയമാണ്. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്നു. വലിയ വലിയ ഭാഗ്യങ്ങളും വലിയ വലിയ മാറ്റങ്ങളും ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നു. ഇവരുടെ ജാതകം, ഗ്രഹനില എങ്ങനെയുള്ള സ്ഥിതിയിലുള്ള ആളുകളാണെങ്കിലും ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഒരുപാട് നാളത്തെ കഠിന അധ്വാനത്തിന് ഫലം കാണാൻ പോകുന്ന ഒരു സമയമാണ്. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങൾ, വലിയ വലിയ സ്വപ്നങ്ങൾ ഒക്കെ അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് വളരെ എളുപ്പത്തിലും പെട്ടെന്നും നടക്കാൻ പോകുന്ന ഒരു സമയമാണ്. തൊഴിൽ സംബന്ധമായിട്ടുള്ള ഏത് വിധേനയുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. കർമ്മ മേഖലയെ സംബന്ധിച്ച് ഇവർക്ക് വലിയ വിജയങ്ങൾ, വലിയ നേട്ടങ്ങൾ വരാൻ പോകുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത്. ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ച ആളുകളാണെങ്കിൽ, ഒരിക്കലും കരകയറുകയില്ല എന്ന് വിചാരിച്ച ആളുകളാണെങ്കിലും ഇവിടെ ജീവിതത്തിൽ ആത്മവിശ്വാസം തുളുമ്പി നിൽക്കുന്ന സമയമാണ്. ജീവിതം തിരിച്ചുപിടിക്കാനുള്ള അവസരം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. സൗഭാഗ്യ സമ്പന്നമായ സമയമാണ്. അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർക്ക് സൗഭാഗ്യ ദിനങ്ങൾ തന്നെയാണ്. വിജയിച്ച് മുന്നേറാനുള്ള അവസരം ഇവരുടെ മുന്നിൽ വരുന്നു. പുതിയ കാലഘട്ടം ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. വിജയിച്ച് വലിയ തോതിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിജയിച്ചു വരും. എല്ലാവിധ നേട്ടങ്ങളും ഇവർക്ക് വന്നു ചേരും. രോഗ ദുരിതങ്ങളൊക്കെ മാറി ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഇവർക്ക് വലിയ ലാഭം വർദ്ധിച്ചു കാണുന്ന ഒരു സമയം കൂടിയാണ്. ധനപരമായിട്ടുള്ള വലിയ വലിയ മുന്നേറ്റങ്ങളും ഉയർച്ചകളുമൊക്കെ ഇവർക്ക് വന്നു ചേരും. ആഗ്രഹ സഫലീകരണം സംഭവിക്കുന്ന സമയം കൂടിയാണ്. മികച്ച അനുകൂലമായ അവസ്ഥകളും ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കും. ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ്.
ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുന്ന ഏതൊരാളുടെയും ജീവിതത്തിൽ വലിയ ഭാഗ്യം തേടിവരും. ഇവർക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. വലിയ ഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നാളുകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്ന സാഹചര്യം എന്ന് പറയുന്നത്. മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് പലവിധ നിർണായകമായ തീരുമാനങ്ങളും ഈ ഒരു സമയത്ത് ഇവർക്ക് എടുക്കാൻ സാധിക്കുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ വലിയ ഭാഗ്യം ഇവരെ തേടിയെത്തുന്നു. ഭാഗ്യത്തിന്റെ വലിയ ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുകയും മറ്റുള്ളവർ ഇവരുടെ ഉയർച്ച കണ്ട് ഞെട്ടുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. പല ഭാഗ്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുകയും നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഇവരുടെ ജീവിതത്തിലെ അത്ഭുതപ്പെടുത്തുന്ന മറ്റുള്ളവർക്ക് അത്ഭുതം തന്നെയായിരിക്കും. ഇവർക്ക് ശത്രുദോഷപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും ശത്രു ദോഷം മാറി അതോടൊപ്പം തന്നെ ശത്രുക്കൾ നിഷ്പ്രഭമാകുന്ന സാഹചര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. നല്ല മനസ്ഥിതി, നല്ല സന്തോഷം, നല്ല രീതിയിലുള്ള മനസ്സമാധാനമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. പ്രയാസരഹിതമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. പ്രയാസങ്ങളൊക്കെ മാറും, കടബാധ്യതകളൊക്കെ തീർക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു, കഷ്ടതകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. സമാധാനമായ അന്തരീക്ഷം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. വലിയ മനസ്സമാധാനത്തോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് വലിയ തോതിലുള്ള സമ്മാനങ്ങൾ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. പഠന സംബന്ധമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകൾ മാറുകയും അലസത, മടി ഇത്യാദി കാര്യങ്ങൾ ഉള്ള ആളുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ മാറുകയും പഠന സംബന്ധമായി വലിയ തോതിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യും. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മികച്ച ഉയർച്ചകൾ വന്നു ചേരുന്നു. അനുകൂലമായ എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഉദ്യോഗം ലഭിക്കുന്നതിനും സാധ്യത തെളിഞ്ഞു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. നഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും ലാഭം വർദ്ധിച്ചു കാണുന്നതിനും നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവർക്ക് രാജയോഗ സമാനമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ധനപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. കടബാധ്യത, പണ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും മാറുകയും ചെയ്യുന്ന ഒരു സമയമാണ്. സാമ്പത്തിക അടിത്തറ ഇവർക്ക് വന്നു ചേരും. ഒട്ടേറെ വഴികൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിലെ നഷ്ടങ്ങൾ മാറുകയും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് പലവിധ വിഷമതകൾ മാറി ജീവിതത്തിൽ വിജയിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് മകം നക്ഷത്രം. ഇവർ ഇനി അത്ഭുതത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ്. മനസ്സമാധാനം വന്നു ചേരും. മനസ്സിലുണ്ടായിരുന്ന നീറ്റലുകൾ, മുറിവുകളൊക്കെ ഉണക്കിയെടുക്കാൻ അവർക്ക് സാധിക്കുകയും എല്ലാവിധ പ്രയാസങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈശ്വരന്റെ അനുഗ്രഹത്തിലൂടെ സന്തോഷവും സമൃദ്ധിയും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവർ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദേവന്റെയോ ദേവിയുടെയോ ക്ഷേത്ര ദർശനം നടത്തുക, മനസ്സമാധാനത്തോടെ പ്രാർത്ഥിക്കുക. ഈശ്വരന്റെ കൂട്ടുള്ളത് കൊണ്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ്. സന്തോഷ വാർത്തകൾ കേൾക്കാൻ ഇവർക്ക് സാധിക്കും. മികച്ച രീതിയിൽ ആനന്ദം പകരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. ആഗ്രഹങ്ങൾ സഫലമാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുള്ള വീട്ടിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരും. ആത്മാർത്ഥമായ പ്രാർത്ഥന തന്നെയാണ് വേണ്ടത്. എല്ലാ യോഗങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. മികച്ച മുന്നേറ്റങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും. മികച്ച അവസരങ്ങൾ, മികച്ച നേട്ടങ്ങൾ, ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. അവസരങ്ങൾ ഒട്ടേറെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് ധനധാന്യ സമൃദ്ധിയാണ്. വലിയ ഭാഗ്യം ഇവർക്ക് വന്നു ചേരുന്നു. സാമ്പത്തികപരമായി ഇവർക്ക് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക ബാധ്യതകളൊക്കെ മാറുകയും കടബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കുകയും ധനം കൂടാനുള്ള അവസരം ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും പണത്തിന് വലിയ വില നൽകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും.
ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകും. തൊഴിൽ മേഖലകളിലൊക്കെ മിന്നുന്ന നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഈശ്വരാനുഗ്രഹം കൊണ്ട് അവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ്. ഇവർ ശിവക്ഷേത്ര ദർശനം നടത്തുകയും തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഇവിടെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും രോഗദുരിതങ്ങൾ മാറി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്താനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ജീവിത പങ്കാളിക്ക് മികച്ച ഭാഗ്യം കാണുന്ന ഒരു സമയം കൂടിയാണ്. വലിയ സൗഭാഗ്യങ്ങളുടെ നീണ്ട നിര തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഇവർക്ക് പൂണിയാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. ഇരട്ട രാജയോഗ സമാനമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരുള്ള വീട്ടിൽ വലിയ വലിയ സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. ഐശ്വര്യ സമാനമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മനസമാധാനം വന്നു ചേരുകയും ദോഷ ദുരിതങ്ങളൊക്കെ മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. സന്തോഷവും ഐശ്വര്യവും വന്നു ചേരുന്നതോടുകൂടി ഇവരുടെ ജീവിതം വലിയ മാറ്റങ്ങൾക്ക് തിരികൊളുത്താൻ സാധിക്കുന്ന ഒരു സമയമാണ്. വലിയ ദുഃഖ ദുരിതങ്ങൾ മാറുകയും ജീവിതത്തിൽ ആഗ്രഹങ്ങൾ സഫലമാകാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിദേശ ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. സ്വന്തമായി ഒരു ബിസിനസ് എന്ന ഒരു സ്വപ്നം പൂണിയാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സമൂഹത്തിൽ നിലയും വിലയും പേരും പ്രശസ്തിയും ഒക്കെ വന്നു ചേരും. സത്യത്തിൽ ദുരിതങ്ങളൊക്കെ മാറുകയും ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. ഏറ്റവും ഉത്തമമായ സമയം. നേട്ടങ്ങൾ ഒരുപാട് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നു. അവസരങ്ങൾ ഇവിടെ കൂടെയുണ്ട്. അനുകൂലമായ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഇവർക്ക് കടന്നു വരുന്നത് വലിയ അവസരങ്ങളും ഈശ്വരാധീനവും എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും ഒക്കെയാണ്. ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. ഇവർ അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. ജീവിതത്തിലെ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് ജ്യോതിഷ സംബന്ധമായി പറയുകയാണെങ്കിൽ ഇവർക്ക് നല്ല കാലം തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും ധൈര്യം വർദ്ധിക്കുകയും ആത്മവിശ്വാസത്തോടുകൂടി അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ ഒട്ടേറെ കടമ്പകൾ കടന്ന് പരീക്ഷണങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുവരാൻ പോകുന്ന ഒരു സമയമാണ്. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ കൂടെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.